മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൻസിൽ ബക്കറിനോടൊപ്പമാണ് മലബാർ ടീം ഇന്നുള്ളത്. നമസ്കാരം മൻസിൽ. നമസ്കാരം. കന്നി അംഗത്തിന് ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ഈ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ വിജയപ്രതീക്ഷകൾ? വലിയ വിജയപ്രതീക്ഷയാണ്. കഴിഞ്ഞ ആഴ്ചയോളമായി അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ അതിൻ്റെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളോട് വലിയ പ്രയാസങ്ങൾ ജനങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. ഒരു 15 വർഷത്തെ കാലയളവിൽ ഒരു വികസന മുരടിപ്പ് അനുഭവപ്പെട്ടതായി മണ്ഡലത്തിലുടനീളം പരാതികൾ ഉയരുമ്പോൾ അതുപോലെ ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ള പ്രത്യേകിച്ച് യുവ സമൂഹത്തിൻ്റെ ആവശ്യം നമ്മളോട് നേരിട്ട് പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ സഹയാത്രികനായി 10-15 വർഷം മുന്നോട്ട് പോയപ്പോൾ അലനല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി 5 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചു. ഈ കാലയളവിൽ അലനല്ലൂർ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി നിരന്തരം അവരെ സഹായിക്കാൻ എനിക്ക് അവസരം കിട്ടി. അത് എനിക്ക് കൂടുതൽ സാധ്യതകളുണ്ടാക്കി. പിന്നീട് യൂണിവേഴ്സൽ കോളേജിൻ്റെ ഡയറക്ടറായും പാപ്കോസിൻ്റെ ഡയറക്ടറായും അങ്ങനെ വിവിധ പദവികളിൽ പ്രവർത്തിക്കാനായ സമയങ്ങളിലെല്ലാം പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100% വിജയസാധ്യത ആണുള്ളത്. എടത്തനാട്ടുകര മുതൽ അട്ടപ്പാടി വരെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു മണ്ഡലത്തിലാണ് അങ്ങ് മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളൊക്കെ അങ്ങക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായും. അലനല്ലൂർ പഞ്ചായത്ത്, അതുപോലെ കോട്ടപ്പാടം, തെങ്കര, കൊമരമ്പത്തൂർ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തുകൾ കേരളത്തിലെ വലിയ അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാണ് അട്ടപ്പാടി. തീർച്ചയായും അട്ടപ്പാടിയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ, ഒരുപാട് സങ്കീർണതകളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വികസന സാധ്യതകൾ വളരെ സസൂക്ഷ്മമായി പഠിച്ച് ആവശ്യങ്ങൾ മുഴുവൻ പഠിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് ആത്മാർത്ഥമായ സമീപനങ്ങളിലൂടെ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. മണ്ണാർക്കാട് ഇക്കാലത്തും കഴിഞ്ഞ 3 വർഷമായിട്ട് UDF കൈവിടാത്ത ഒരു മണ്ഡലമാണ്. അതിൽ തന്നെ അലനല്ലൂർ, കോട്ടപ്പാടം, എടത്തനാട്ടുകര ഭാഗങ്ങളിൽ നിർണായകമാണ് UDF വോട്ട് ബാങ്ക്. ഈ പ്രദേശവാസി കൂടിയായ മൻസിൽ ബക്കർ, അലനല്ലൂർ സ്വദേശി കൂടിയായ മൻസിൽ ബക്കർ ഇലക്ഷൻ രംഗത്തേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്താനാവും? അലനല്ലൂർ, അലനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഭൂരിപക്ഷം മറുപാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. 5000 ചില്ലാനമുള്ള ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സ്വീകാര്യത തീർച്ചയായും നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധ്യമാകുമെന്ന് ഉറപ്പാണ്. മലയോര മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ എൽക്കാലത്തും വന്യജീവികളും കർഷകരും തമ്മിലൊരു സംഘർഷമുണ്ട്. അപ്പോൾ ആ കർഷകർക്ക് അനുകൂലമായി വന്യജീവികളെ നിയന്ത്രിക്കുന്നതിൽ എന്തെല്ലാം പദ്ധതികളാണ് മനസ്സിലുള്ളത്? തീർച്ചയായും നമ്മൾ കേരളം പ്രത്യേകിച്ച് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി, എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ട്, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ചിലപ്പോൾ അത് മരണം വരെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ശാസ്ത്രീയമായ ഒരു പദ്ധതി അതിനാവശ്യമുണ്ട്. അതിന് അന്താരാഷ്ട്ര നിലവാരമുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില 1-2 മീറ്റിങ്ങുകളിലൂടെ അത് ഉടനെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചില സാങ്കേതിക മികവുള്ള ശാസ്ത്രീയമായ പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ. അതുപോലെ തന്നെ ഒരുപക്ഷെ ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനെ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തോട് ഏറ്റുമുട്ടുമ്പോൾ താങ്കൾക്ക് ഭയമുണ്ടോ? എങ്ങനെയായിരിക്കും ഏറ്റുമുട്ടൽ? ഇല്ല, ഞാനും ഒരുപാട് അദ്ദേഹത്തിന് മുമ്പേ പൊതു പ്രവർത്തന രംഗത്തുള്ളതാണ്. ഈ അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തെക്കാൾ പൊതുരംഗത്ത് പ്രവർത്തിച്ചുള്ള പരിചയം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ജനവിഭാഗങ്ങൾ കൂടെ ഒപ്പം അവരുടെ സ്പന്ദനങ്ങൾക്കൊപ്പം മണ്ഡലത്തിലെ ഒരു വ്യക്തി കൂടി ആവുമ്പോൾ മണ്ഡലത്തിൻ്റെ സ്പന്ദനങ്ങൾ എനിക്കാണ് കൂടുതൽ ബോധ്യപ്പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും ജനം പറയുന്നതും അങ്ങനെയാണ്.
മണ്ഡലത്തിൽ എപ്പോഴും ലഭ്യമാവുന്ന ഒരു MLA എന്ന ഒരു ക്യാമ്പയിൻ കൂടി ജനങ്ങൾ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പരിചയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ജനങ്ങളെ കൂടെ അവരുടെ സ്പന്ദനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും. പ്രാദേശികവാദം തുണയാവുമോ? ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സ്വന്തം മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന അതിൻ്റെ മണ്ണിൻ്റെ നിറവും മനുഷ്യൻ്റെ മനസ്സും ഒക്കെ അറിയുന്ന, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു MLA സ്വാഭാവികമായി ജനങ്ങൾ ആഗ്രഹിക്കും. അതിപ്പോൾ നിലവിൽ 15 വർഷം അദ്ദേഹം പുറത്തുനിന്ന് വന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും, അത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താനല്ല, അതിൻ്റെ സ്വാഭാവികതയാണത്. ലഭ്യതക്കുറവ് വരുമല്ലോ. അതേസമയം ഇവിടെ ആകുമ്പോൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു വിനീതനായ MLA എല്ലാവരും ആഗ്രഹിച്ചു പോകും. അങ്ങ് ഇടതുപക്ഷ സഹയാത്രികനായതിൽ PK ശശിക്ക് ഒരു നിർണായക പങ്കുണ്ട്. ഇന്ന് PK ശശി പാർട്ടിയോടൊപ്പമില്ല. PK ശശി മറ്റൊരു പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷനെ അങ്ങേ അത് ബാധിക്കുമോ? എൻ്റെ പ്രവർത്തന രംഗം എല്ലാവരോടും സ്നേഹത്തോട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആരുടെയും എതിർപ്പുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അനുകൂലമാകുമോ? PK ശശി ഫാക്ടർ അനുകൂലമാകുമോ? അല്ല, അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. തീർച്ചയായും എനിക്ക് എല്ലാവരും എന്നെ സഹകരിച്ച് എന്നെ വിജയിപ്പിക്കും. എനിക്ക് ഉറപ്പാണ് ആ കാര്യം. അതെൻ്റെ എല്ലാവരോടുള്ള നിലപാടിൻ്റെ ഭാഗമാണ്. ആരോടും ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കാതെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അവരോടും ആരോടും ഏതൊരു വോട്ടറോടും പ്രത്യേകിച്ച് അവരോടെല്ലാം നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മണ്ണാർക്കാട് മറ്റൊരു CPIയിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു ഒരു സമയത്ത് സേവ് CPI രൂപീകരണം. സേവ് CPI എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. അതിൻ്റെ പ്രധാന ചുക്കാൻ പിടിച്ചത് മണ്ണാർക്കാട്ടുകാരാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു വിഭാഗീയത ഈ ഇലക്ഷനെ ബാധിക്കുമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുമായും വലിയ പ്രയാസങ്ങളില്ലാതെ അവരോട് ബിഹേവ് ചെയ്തു പോയത് കൊണ്ട്, ആരോടും എനിക്ക് പരിഭവമില്ലാത്തത് കൊണ്ടും അവർക്ക് എന്നോട് പരിഭവമില്ല എന്നുള്ളത് കൊണ്ടും അത് എൻ്റെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ തുടക്കകാലത്ത് ചില അപസ്വരങ്ങൾ കേട്ടിരുന്നു. ബിസിനസ്സുകാരനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന തരത്തിലൊക്കെ ഉള്ള ചില പരാമർശങ്ങളെല്ലാം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ ഒരു മനോഭാവം? അത് ബിസിനസ് മോശമായ ഒരു സംഗതിയല്ല. സത്യസന്ധമായി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ടാവും. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നമുക്ക് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ബിസിനസ് വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു മോശമായ ബിസിനസ്സുകാരെന്നവർ പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ CPI എന്ന പാർട്ടിയിൽ നിന്ന് പരിപൂർണ പിന്തുണ താങ്കൾക്ക് ഉണ്ട്? എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിലെ പ്രമുഖ കക്ഷികളായിട്ടുള്ള CPM പോലും CPIയും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്നിലേക്ക് സ്ഥാനാർത്ഥിത്വം. കാരണം പൂർണ്ണമായ ജനപിന്തുണ, വിജയം മാത്രം പരിഗണിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. എന്നുമില്ലാത്ത ഐക്യവും മുന്നണിയിൽ. അത് എൻ്റെ വിജയസാധ്യതയ്ക്ക് മറ്റൊരു കാരണമാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, മണ്ണാർക്കാട്ടുകാരനായ സ്ഥാനാർത്ഥി ശ്രീ മൻസിൽ ബക്കറാണ് ഇതുവരെ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. പൂർണ്ണമായും വിജയ പ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ളത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.